കുഞ്ഞുങ്ങളെ ഇന്നലെ മലയാളത്തിൽ ഉപന്യാസം തയ്യാറാക്കാനായിട്ട് ഒരു വിഷയം തന്നായിരുന്നുവല്ലോ. എൻ്റെ വിദ്യാലയം എന്നായിരുന്നു ആ വിഷയം. എല്ലാവരും തയ്യാറാണോ? അന്നേരം അത് മാളവിക ഒന്ന് വായിക്കാമോ? മനസ്സിന്റെ മടിത്തിൽ ഇന്നും ഗ്രഹാതുരത വളർത്തുന്ന എൻ്റെ വിദ്യാലയം. വരാന്തയിലൂടെ ഇടവഴികളിലൂടെ നടന്നു നീങ്ങിയ എത്രയെത്ര സൗഹൃദങ്ങൾ, എത്ര സംവത്സരങ്ങൾ കടന്നുപോയാലും എന്നും നനുത്ത ഓർമ്മകൾ വേരോടുന്നതാണ് ഇടവഴി. തോളോട് തോൾ ചേർന്ന സൗഹൃദങ്ങളെയും വഴക്കിടലുകളുടെയും കാവലാളാണ് വഴികൾ. വെയിലേറ്റ് വാടാതെയും മഴയേറ്റ് കുളിരാതെയും കാലുകൾ തോറും മാറിമറിഞ്ഞ പന്തോളിലൂടെ ജീവിതത്തിൻ്റെ ഗോളുകൾ നേടിയ നിമിഷം. പഠനഭാരത്തിൻ്റെ ചുവടുകൾ താഴെ ഇറക്കി സൗഹൃദത്തിൻ്റെ വലയം സൃഷ്ടിച്ച ബൂട്ടുകളുടെ ചവിട്ടടികളിൽ പരേഡുകൾ നടത്തിയ കായികമേളകൾക്ക് മാറ്റൊഴിച്ച എൻ്റെ വിശ്വവിശാലമായ സ്കൂൾ ഗ്രൗണ്ട്. വിരസതയുടെ കാഠിന്യത്താൽ ക്ലാസ് മുറികളിൽ ഇരിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ ബെല്ലടിക്ക് കാതോർക്കുന്ന നിമിഷം. കൂട്ടുകാരുടെ ഭക്ഷണം കൈയിട്ട് വാരിയും വാരിക്കൊടുത്തും ഉച്ചക്കഞ്ഞിയുടെ സ്വാധീനം പകരം വയ്ക്കാനാവില്ല ഇന്നത്തെ ഭക്ഷണം. ക്ലാസ് മുറികളുടെ അകത്തളത്തിൽ നിന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങി പഠിക്കുവാൻ വാഗമര ചൂടുകളെ കൂട്ടുപിടിച്ച എൻ്റെ പ്രകൃതി രമണീയമായ സ്കൂൾ. കാത്തിരിപ്പിൻ്റെ വിഹ്വലതയെ എന്നും മാടി വിളിക്കുന്ന എൻ്റെ വിദ്യാലയം. പൂക്കളും പൂമ്പാറ്റകളും ഞങ്ങളെപ്പോലെ വിലസിച്ച പൂന്തോട്ടം. മനസ്സിൻ്റെ മാറിലേക്ക് നറുമണം വിതർക്കൊണ്ട് കടന്നു വരുമ്പോൾ കുട്ടിക്കാലം ഇത്ര മനോഹരമാക്കാൻ ഇനി എന്തു വേണം? സ്കൂൾ പഠനകാലത്ത് പരിപാടികൾക്കിടയിൽ കസേരകളെ ആശ്രയിക്കാതെ സ്കൂൾ പടികളിൽ നൃത്തം ചെയ്തും കഴിഞ്ഞ കാലത്തിൻ്റെ നടനചാരുതയെ വിളിച്ചുണർത്തുന്ന വിജയത്തിൻ്റെയും ഇറക്കത്തിൻ്റെയും പരവതാനി വിരിച്ച എൻ്റെ പടികൾ. അതിലേറെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ കൊതിക്കുന്ന ജനലഴികളെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രണയത്തിൻ്റെയും സൗഹൃദങ്ങളുടെയും തുടക്കവും ഒടുക്കവും ഓർമ്മിക്കാം. ചൂരൽ ചൂടിൻ്റെ തീപ്പൊള്ളലേൽക്കാതെ ചാടിമറിഞ്ഞ കുട്ടിക്കുരങ്ങളായിരുന്ന കാലം. സർഗാത്മകതയുടെ വഴിയിൽ ആട്ടവും പാട്ടും വരയുമൊക്കെ കടന്നു വന്ന സർഗവേളകളുടെ സുന്ദരമായ നിമിഷം. ഞാൻ നല്ലൊരു പാട്ടുകാരിയാണെന്ന ആത്മവിശ്വാസത്തോടെ കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞ ദിവസം. മച്ചിലെ കണ്ണാടിയിലൂടെ പഠനത്തിൻ്റെ വെളിച്ചം പകർന്ന ദിവസങ്ങൾ. മനസ്സിൻ്റെ വിരിമാറിൽ വാഗപ്പൂക്കളാൽ പരവതാനി വിരിച്ച എൻ്റെ വിദ്യാലയത്തിൻ്റെ നറുമുറ്റമെന്ന 75ൻ്റെ നിറവിൽ തെളിഞ്ഞ ചാരുതയോടെ പ്രകാശിച്ചു നിൽക്കുമ്പോൾ പ്രാർത്ഥനയോടെ തുടങ്ങി ദേശീയഗാനത്തിൽ അസ്തമിച്ച് 1000 സൂര്യകിരണങ്ങളുടെ കാൽ പതിച്ച എൻ്റെ സുന്ദരമായ വിദ്യാലയം. ഓർമ്മകളുടെ പടവുകൾ കയറി കുട്ടിത്തത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകുന്ന ഇനിയും ഉയർച്ചയും ഉയരങ്ങളും താണ്ടാൻ 1000 സംവത്സരങ്ങൾ ഈ ഗൃഹാതുരതയോടെ നിലനിർത്താൻ കഴിയട്ടെ. നമസ്കാരം. ഏറെ സന്തോഷ നിറവിലാണ് കടമ്പനാട് കല്ലുകുഴി സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായി ഈ നിമിഷങ്ങളിൽ ഇവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1948 സ്ഥാപിതമായ ഈ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 75 വർഷം ഈ ദേശത്തിന് ഈ വിദ്യാലയം കാട്ടിക്കൊടുത്ത ഏറെ സമ്പുഷ്ടമായ വിദ്യാഭ്യാസത്തിൻ്റെ മാത്രമല്ല ഹൃദയ വെളിച്ചങ്ങളുടെ പാതയിൽ ഏറെ നിറവോടുകൂടിയാണ് ഈ സ്കൂൾ നിലനിൽക്കുന്നത് എന്ന് ഓർക്കുവാൻ ഏറെ സന്തോഷമുണ്ട്. പഠന മേഖലയിൽ മാത്രമല്ല പാഠ്യേതര മേഖലയിലും പത്തനംതിട്ട ജില്ലയിലെ തന്നെ മികച്ച നിലവാരം പുലർത്തുന്ന സ്കൂളുകളിലൊന്നാണ് കടമ്പനാട് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ പഠനത്തോടൊപ്പം ശാസ്ത്രമേളയിൽ കലോത്സവത്തിലും മറ്റിതര കലാപരിപാടികളിലും എല്ലാം കുട്ടികൾ കൂടുതൽ മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സമൂഹത്തിലെ സാധാരണക്കാരുടെ മക്കൾക്ക് കുറഞ്ഞ സാമ്പത്തിക ചെലവിൽ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സെൻറ് തോമസ് നഴ്സറി ആൻഡ് LP സ്കൂളിലെ 4ാം ക്ലാസ് വരെയുള്ള പഠനത്തിന് ശേഷം തുടർ പഠനം നടത്തുന്നതിന് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ 12ാം ക്ലാസ് വരെ കുട്ടികൾക്ക് അതിനുള്ള സാഹചര്യം ലഭിക്കുന്നു എന്നുള്ളത് ഈ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ സംഗതിയാണ്. കഴിഞ്ഞ വർഷം ഈ സ്കൂളിലെ കുട്ടികൾ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ശാസ്ത്രമേളയ്ക്ക് A ഗ്രേഡ് വാങ്ങിക്കുകയും NCC NSS എന്നീ കുട്ടികളെ ഉന്നത തലത്തിലെത്തിക്കുവാനും ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. മനോഹരമായ പൂന്തോട്ടവും അതുപോലെ തന്നെ ഔഷധത്തോട്ടവും എല്ലാ കുഞ്ഞുങ്ങളെയും വളരെയധികം ആകർഷിക്കുന്നുണ്ട്. ഈ സ്കൂള് ഈ പ്രദേശത്തിൻ്റെ അഭിമാനത്തിൻ്റെയും അതുപോലെ തന്നെ
ആഹ്ലാദത്തിൻ്റെയും വക നൽകുന്ന ഒരു മനോഹര സ്ഥാപനമാണ്. കടമ്പനാട് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം എപ്പോഴും പേരുകേട്ട നാഷണൽ സർവീസ് സ്കീം തന്നെയാണ്. കാരണം ജില്ലയിലെ മികച്ച NSS യൂണിറ്റ് എന്നുള്ള അവാർഡ്, മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ്, മികച്ച വോളണ്ടിയേഴ്സിനുള്ള അവാർഡ് ഭയങ്കര ശക്തമായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്നുണ്ട്. കുട്ടികളെ കലോത്സവത്തിന് പങ്കെടുപ്പിച്ച് സംസ്ഥാന തലത്തിലുമൊക്കെ സമ്മാനം മേടിച്ചിട്ടുണ്ട്. ഒപ്പന, തിരുവാതിര, ഡാൻസ്, സംഗീതം ഇതെല്ലാം സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ ഇപ്പോൾ നിലവിലുള്ള മിക്ക സംരംഭങ്ങളും തുടങ്ങാൻ ആരംഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ലിറ്റിൽ കൈറ്റ്സിൻ്റേത്, റെഡ് ക്രോസിൻ്റേത്, ഇങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പല വിധത്തിലുള്ള പരിപോഷണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള സംഗതിയാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഈ സ്ഥാപനം മധ്യ തിരുവിതാംകൂറിലെ ഒരു ഏറ്റവും നല്ലൊരു സ്ഥാപനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സ്റ്റേറ്റിൽ സെൻറ്റ് പേഴ്സൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സ്കൂളായിട്ട് നമ്മുടെ സ്കൂൾ ഉയർന്നിരിക്കുക. അങ്ങനെ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വനിതാ എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തു. ഏവിയോണിക്സ് റിസർച്ച് വിഭാഗത്തിൽ സുത്യർഹമായ സേവനം ചെയ്യുവാനും ISRO ഇന്നത്തെ രീതിയിൽ ലോകോത്തരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാകുവാനും നിർണായകമായി പങ്കുവഹിച്ചു. ഹൈസ്കൂളിൻ്റെ ഫസ്റ്റ് എൻറോൾഡ് സ്റ്റുഡൻ്റ് ആണെന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. It gives me great happiness and pride to be still alive on the occasion of the 75th anniversary of the school. മഹത്തായ ഒരു വിദ്യാലയമാക്കി ഉയർത്തുന്നതിന് പിന്നിൽ പരിശ്രമിച്ച എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഒരിക്കൽ കൂടി ഓർക്കുകയും നാളിതുവരെ ഇവിടെ പഠിച്ച് നാടിൻ്റെ നാനാഭാഗങ്ങളിലും പോയി പല മേഖലകളിലും തൊഴിൽ ചെയ്ത് ഈ സ്ഥാപനത്തെ ഇന്നും തനതായ വ്യക്തി മുദ്ര പതിപ്പിക്കുമെന്നോണം ഈ നാടിൻ്റെ ഹൃദയഭാഗത്ത് വീണ്ടും ഇതിനെ നിലനിർത്തുകയും ചെയ്യുന്ന എല്ലാവരുടെയും സേവനങ്ങളെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഈ 75ാം ജൂബിലിയുടെ സമാപനത്തിന് കടമ്പനാട് സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആശംസകളും നേരുന്നു.